ക്ഷമയെപ്പറ്റി വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ക്ഷമ കൊണ്ട് ഭൂമിയെ അവകാശമാക്കുമെന്ന. അപ്പൊ ജീവിതത്തിൽ ഈ ഭൂമി ആർക്കുള്ളതാണെന്ന് ചോദിച്ചാൽ അത് ക്ഷമിക്കുന്നവർക്കുള്ളതെന്നാ തിരുവചനം പഠിപ്പിക്കുന്നത്. ആനന്ദനും ബുദ്ധനൂടെ നടക്കുന്ന ഒരു കഥ ഇങ്ങനെയാണ്. വല്ലാതെ ദാഹിക്കുമ്പോ ബുദ്ധൻ ആനന്ദനോട് പറയുന്നുണ്ട്, മകനെ ആ ദൂരെയുള്ള ആ പുഴയിൽ ചെന്ന് അല്പം വെള്ളം എടുത്തുകൊണ്ട് വരിക. ആനന്ദൻ ഓടുകയാ, ഗുരുവിന് വെള്ളം കൊടുക്കണ്ടേ. ആ തെളിഞ്ഞ വെള്ളത്തിലേക്ക് കൈക്കുമ്പിളിലേക്ക് എടുക്കാൻ നോക്കുമ്പോഴത്തേന് പെട്ടെന്ന് കുറെ ആനക്കൂട്ടം വന്ന് അതങ്ങ് കലക്കി കളയുകയാ. ആനന്ദിന് ദേഷ്യമോ കോപോ ഏതാണ്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവൻ ഗുരുവിന്റെ അടുക്കിലേക്ക് തിരികെ വരുന്നു. ദേഷ്യത്തോടെയാ വരുന്നേ. ഗുരു വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ആനന്ദനെ സ്വീകരിക്കുകയാ. മകനെ, നീ എന്താണ് ദേഷ്യപ്പെടുന്നത്? ഗുരു ആ ആനക്കൂട്ടം ഒന്ന് മുഴുവൻ വെള്ളം അങ്ങ് കലക്കി കളഞ്ഞു. ആനന്ദന്റെ തോളിൽ പിടിച്ചിട്ട് ഗുരു ഇങ്ങനെയാണ് പറയുന്നത്: മകനെ, കാത്തിരുന്ന തെളിയാത്ത ഒരു പുഴയുമില്ല. അപ്പൊ ജീവിതത്തിൽ നമ്മളൊന്ന് കാത്തിരുന്നാൽ, ഒന്ന് ക്ഷമിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അത് നമ്മുടെ കുടുംബജീവിതത്തിലാകാം, നമ്മുടെ പരിസരങ്ങളിലാകാം, അയൽവക്ക ബന്ധത്തിലാകാം, നമ്മുടെ ഉദ്യോഗ മേഖലകളിലാകാം. ക്ഷമ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പലപ്പോഴും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഒത്തിരി സ്നേഹത്തോടുകൂടി ഇരിക്കുന്ന സഹോദരന്മാരൊക്കെ ചിലപ്പം ചെറിയ നിസ്സാരമായ ചില കാര്യങ്ങളുടെ പേരിൽ പിണങ്ങുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ്? ഒന്ന് ക്ഷമിക്കുവാൻ, അല്ലെങ്കിൽ അവൻ ക്ഷമിക്കട്ടെ, ഞാൻ ക്ഷമിക്കത്തില്ല എന്നുള്ളൊരു ചിന്തയാ. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ അപകടം തന്നെയാണെന്നുള്ളത് മറന്നു പോകരുത്. വേദപുസ്തകത്തിൽ യോസേഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്: തന്റെ സഹോദരന്മാരൊക്കെ അവനെ അടിമയായിട്ട് വിൽക്കുന്നുണ്ട്. അവനെ പൊട്ടക്കിണറ്റിലും അല്ലെങ്കിൽ അവനെ കാരാഗ്രഹത്തിലൊക്കെ ആകുമ്പോ സഹോദരങ്ങളോടുള്ള ഒരു പ്രതിഷേധം വേണമെങ്കിൽ അവന്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് ശക്തമാകാമായിരുന്നു. പക്ഷെ അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ അതിന് കാരണം തന്റെ സഹോദരങ്ങളായിട്ട് കൂടി അവൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നു പോലുമില്ല. അവൻ തന്റെ ജീവിതത്തിൽ വരുന്ന വേദനകളെ സഹിക്കുകയാ. കുറെ നാൾ കഴിഞ്ഞു അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടാവുകയാ. അവൻ വലിയ രാജാവിന്റെ മന്ത്രിയൊക്കെ ആകുമ്പോ സഹോദരങ്ങളോട് വേണമെങ്കിൽ പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരം ദൈവമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ദൈവം നമ്മളെ പരീക്ഷിക്കുന്ന ഇങ്ങനെയൊക്കെ ആകാം: നിങ്ങളെ ഉയർത്തിക്കളയുവങ്ങ്. നിങ്ങളെ ഉയർത്തിക്കളഞ്ഞിട്ട് നിങ്ങളുടെ സഹോദരനെ നിന്റെ മുമ്പിൽ വെക്കുമ്പോ നിനക്ക് അവനോട് ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നാണ് ദൈവം പരിശോധിക്കുന്നത്. അവിടെ യോസേഫിനെ കാണുമ്പോൾ സഹോദരങ്ങൾ വിചാരിക്കുന്നത് തങ്ങളെ ഉപദ്രവിക്കാൻ പോകുന്ന. പക്ഷെ യോസേഫ് അവരെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുകയാ, സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുകയാ. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ക്ഷമയുടെ ഒരു വലിയ മാതൃക നമ്മൾ കാണുന്നത്. അപ്പം തിരുവചനം പറയുന്നത് ഭൂമിയെ നിങ്ങൾ അവകാശമാക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമ വേണം എന്നുള്ളത് തന്നെയാണ്. അത് ഏത് മേഖലകളിലും ആകട്ടെ, നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കണം, നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കണം, അല്ലെ? അല്ലെങ്കിൽ പിന്നെ എന്തോന്നാണ് ജീവിതം? ജീവിതം എന്ന് പറയുന്നത് യാതൊരു വിലയുമില്ലാത്തതായി പോകും എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ക്ഷമയുടെ ആദ്യാക്ഷരങ്ങൾ കൂടി പഠിക്കാം. കാരണം ക്ഷമിക്കുന്നത് കൊണ്ട് നമുക്കാണ് നേട്ടം. ദൈവം അനുഗ്രഹിക്കട്ടെ.